ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനോസ് കിച്ചൺ. ഇന്ന് നമുക്ക് ഓവനോ പഫ് പേസ്ട്രി ഷീറ്റോ ഒന്നുമില്ലാതെ ബേക്കറികളിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നല്ല മുട്ട പഫ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ പഫ്സിന് വേണ്ടിയിട്ടുള്ള മുട്ട ഞാനിവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. 3 മുട്ട പുഴുങ്ങിയിട്ട് ഓരോന്നും 2ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് വെച്ച് 6 പഫ്സ് ഉണ്ടാക്കാം. ഇനി മസാല ഉണ്ടാക്കണം. അപ്പോൾ ഒരു പാനിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ 2 ചെറിയ സവോള നീളത്തിന് കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവോള കനം കുറച്ച് അരിയാൻ ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ പപ്സ് മേടിക്കുമ്പോൾ ഉള്ളിലുള്ള മസാല ഇങ്ങനെ കുഴഞ്ഞിരിക്കുമല്ലോ, ആ ഒരു രീതിയിൽ കിട്ടുന്നത്. ഇത് കുറച്ച് നേരം നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള ഇതുപോലെ ചെറുതായിട്ട് നിറം മാറി തുടങ്ങുമ്പോൾ ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. വീണ്ടും കുറച്ച് നേരം കൂടി വഴറ്റി കൊടുക്കണം. സവോള കുറച്ചും കൂടെ ഒന്ന് മുരിഞ്ഞു വരണം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചപ്പൊങ്ങ് മാറുകയും വേണം. സവോള ഇപ്പോൾ കുറച്ചും കൂടി പൊരിഞ്ഞ് ചെറുതായിട്ട് നിറം മാറി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടിയും ചേർക്കാം. ഇനി പൊടികളുടെ പച്ചപ്പ് മാറുന്നതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിനകത്ത് നമ്മൾ തക്കാളി ചേർക്കുന്നില്ല. പൊടികൾ മൂത്ത് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നേരം നമ്മൾ ഈ വെള്ളത്തിൽ ഒന്ന് വേവിക്കണം. ഇത് എന്നാലേ സവാള നന്നായിട്ട് സോഫ്റ്റായി കിട്ടുള്ളൂ. വെറുതെ നമ്മൾ വെള്ളം ഒഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സാധാരണ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന പപ്സിലുള്ള പോലെ മസാല ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന രീതിയിൽ കിട്ടില്ല. ഡ്രൈ ആയിരിക്കും, സവാള നേരെ വേവത്തുമില്ല. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഈ വെള്ളമൊക്കെ വറ്റി സവോള നല്ല സോഫ്റ്റായി വരണം. നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, വെള്ളമൊക്കെ ഫുള്ള് വറ്റിയിട്ടുണ്ട്. സവോളയും നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ കണ്ടില്ലേ, കുഴഞ്ഞിരിക്കുന്ന ഒരു മസാല പോലെയായി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് വേണ്ടത്. ലാസ്റ്റ് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 2-3 നുള്ള് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. സാധാരണ പപ്സിൻ്റെ മസാലയ്ക്ക് ചെറിയൊരു മധുരം ഉണ്ടാവും. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പഞ്ചസാര ചേർക്കുന്നത്. പഞ്ചസാര ഒഴിവാക്കരുത് കേട്ടോ. ഇത്രയേ ഉള്ളൂ, മസാല റെഡി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു 5-10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇത് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടാണ് നമ്മൾ പപ്സിൻ്റെ ഉള്ളിൽ ഇത് ഫില്ല് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ചൂട് മാറുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട മാവ് ഉണ്ടാക്കാം. ഞാനിവിടെ 1/4 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. സാധാരണ പഫ് പേസ്ട്രിയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടറൊക്കെ ചേർക്കുന്നത്. ഞാനൊരു 2 ടീസ്പൂൺ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. പഫ് പേസ്ട്രിക്കും ചെറിയൊരു മധുരമുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ആദ്യം ഇത് കൈവച്ച എണ്ണ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തി മാവിന് കുഴക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അതുപോലെ കുറച്ച് കട്ടിയുള്ള മാവായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഒരുപാട് സോഫ്റ്റായി പോകരുത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഒരിക്കലും ചൂടുവെള്ളം ഉപയോഗിക്കരുത് കേട്ടോ. കാരണം നമ്മൾ ബട്ടറും പഞ്ചസാരയൊക്കെ ചേർത്തിരിക്കുന്നുണ്ട്. ചൂടുവെള്ളമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ മാവ് പെട്ടെന്ന് അങ്ങ് സോഫ്റ്റായി പോകും. പിന്നെ നമുക്കിത് പരത്തിയെടുക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് സാധാരണ വെള്ളം തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ മാവ് ഞാനിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പരുവം. നമ്മൾ ചപ്പാത്തി മാവിനെ കുഴയ്ക്കുന്ന പോലെ തന്നെയാണ്. പിന്നെ ഇത് റെഡിയാക്കി കഴിഞ്ഞാൽ ഒത്തിരി സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാം. ബട്ടറും ഷുഗറും ഒന്നും അലിഞ്ഞ് ഈ മാവ് ഒത്തിരി സോഫ്റ്റ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. ഉടനെ തന്നെ നമ്മൾ ചെയ്യണം. പിന്നെ നമുക്കിനി 6 ഉരുളകളാക്കാം. നമ്മൾ 6 പപ്സ് ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ 6 ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ മാവെല്ലാം ഇതുപോലെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തി ഫില്ല് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഉരുള എടുത്ത് കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതും ഒന്ന് മൈദയിൽ മുക്കി എടുക്കാം. ഇനി ഇത് പരത്തിയെടുക്കണം. ഇത് നമ്മൾ ചപ്പാത്തി പരത്തുന്നതിനേക്കാളും ഒരല്പം കൂടി കനം കുറച്ച് പരത്തണം. പക്ഷെ എന്നാലും നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന രീതിയിൽ തിന്നാവാനും പാടില്ല. അത്യാവശ്യം തിന്നായിട്ട് പരത്തിയെടുക്കുക. പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന പഞ്ചസാര ഉടനെ തന്നെ അങ്ങ് അലിഞ്ഞ് ഈ മാവിലോട്ട് ചേരത്തില്ല. നിങ്ങളിപ്പോൾ ഇതിനകത്ത് കാണുന്നില്ലേ ഇങ്ങനെ കുത്തു പോലെ, അത് പഞ്ചസാരയാണ്. അതങ്ങനെ ഇരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ.
അതുപോലെ തന്നെ ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കണമെന്നൊന്നുമില്ല. കുറച്ച് ഷേപ്പൊക്കെ വ്യത്യാസം വന്നാലും പ്രശ്നമില്ല. എന്തായാലും നമ്മളിത് രണ്ടായിട്ട് കട്ട് ചെയ്തൊക്കെയാണ് എടുക്കുന്നത്. അപ്പം ഞാനിത് നന്നായി പരത്തിയെടുത്തു. കണ്ടോ, ഇത്രയും കനം കുറച്ച് പരത്തണം. നമുക്കിങ്ങനെ എളുപ്പത്തിൽ കൈവച്ചൊക്കെ എടുക്കാൻ പറ്റണം. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല കനം കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് 2 പീസായിട്ട് കട്ട് ചെയ്യാം. ഈ ഒരു പീസ് എടുത്ത് അടുത്ത പീസിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ക്രോസ് പോലെ വെക്കാം. ഇതുപോലെ. ഇനി ഇതിനകത്ത് നമ്മൾ റെഡിയാക്കി വെച്ച മസാല വെച്ച് കൊടുക്കാം. മസാലയുടെ ചൂട് മാറിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മസാല വെക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ മുട്ട വയ്ക്കാം. ഇനി നമുക്കിത് കവർ ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ ഈ താഴെ ഇരിക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, പീസ്, അതാണ് കവർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ വെക്കാം. എന്നിട്ട് അടുത്ത സൈഡ് വെക്കുമ്പം കുറച്ച് വെള്ളം ഒന്ന് തേച്ചിട്ട് ഇങ്ങനെ മൂടി വെക്കണം. വെള്ളം തേക്കുമ്പോൾ അത് പെട്ടെന്ന് അങ്ങ് ഒട്ടിയിരിക്കും. അടുത്ത 3 സൈഡും കുറച്ച് വെള്ളം ഒന്നിങ്ങനെ തേച്ച് കൊടുത്ത് ഇങ്ങനെ ഒട്ടിച്ചങ്ങ് വെക്കാം. ഈസിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഈ സൈഡും ഞാനിങ്ങനെ വെള്ളം വെച്ച് ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ട് എൻ്റെ സൈഡൊക്കെ കുറച്ചിങ്ങനെ ഇരിപ്പുണ്ടാവും, കണ്ടോ, അതും ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. എൻ്റെ കോർണറിലൊക്കെ ഇങ്ങനെ തുറന്നിരിപ്പുണ്ടെങ്കിൽ അതും അങ്ങ് ഒട്ടിച്ച് വെക്കണം, മസാല പുറത്ത് വരാത്ത പോലെ. അപ്പം എല്ലാ സൈഡും നമുക്കൊന്ന് നോക്കിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, ഇത് റെഡിയായി. അപ്പോൾ ഇത് നമ്മൾ ഫില്ല് ചെയ്തെടുത്തു. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരെണ്ണം കൂടി ഞാൻ ഇതുപോലെ ചെയ്ത് കാണിക്കാം. അപ്പോൾ ആദ്യം ഒരു ബോൾ എടുത്ത് മൈദയിൽ മുക്കിയിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. കനം കുറച്ച് പരത്തിയെടുക്കണം. ഇനി ഇതിനെ 2ആയിട്ട് മുറിക്കണം. എന്നിട്ട് ഒരു പീസ് എടുത്ത് അടുത്ത പീസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ക്രോസ് പോലെ വെച്ച് കൊടുക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മസാല വെച്ച് കൊടുക്കണം. മുട്ടയും വയ്ക്കാം. എന്നിട്ട് 4 സൈഡിൽ നിന്നും കവർ ചെയ്തെടുക്കണം. താഴെയുള്ള പീസാണ് ആദ്യം കവർ ചെയ്യേണ്ടത്. ബാക്കി 3 സൈഡും കവർ ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം ഒന്ന് തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ കോർണറിലും സൈഡിലും ഒക്കെ ഇങ്ങനെ ഇതുപോലെ ഉള്ളതും കൂടി അങ്ങ് ഒട്ടിച്ച് വയ്ക്കാം. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ പപ്സ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിക്കാം. ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല. അതായത് പപ്സ് ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന പോലെ എണ്ണ വേണ്ട, തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. എപ്പോഴും എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഇടുമ്പോൾ തന്നെ പുറമേ പെട്ടെന്നങ്ങ് ബ്രൗൺ ആയി ചിലപ്പോൾ കുറച്ച് കട്ടിയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഉള്ളിലുള്ള മസാല വേവാനൊന്നുമില്ല, പക്ഷേ പുറമേ 2 ലെയർ മാവുണ്ടല്ലോ, അതൊന്ന് വെന്ത് കിട്ടണം. ഇപ്പോൾ ഒരു സൈഡ് ഒന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നു എന്ന് വിചാരിച്ച് ഇത് പുറമേ ഒത്തിരി കട്ടിയായി പോകത്തില്ല കേട്ടോ. നമ്മൾ സാധാരണ പപ്സ് കഴിക്കുമ്പം കുറച്ച് ചെറിയൊരു ക്രിസ്പിനെസ് ഉണ്ടാവുമല്ലോ പുറത്ത്, പിന്നെ ഉള്ളിൽ കുറച്ച് സോഫ്റ്റും ആയിരിക്കും. ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ഇതും ഉള്ളത്. സമോസയൊന്നും ആവുന്ന പോലെ ഒത്തിരി അങ്ങ് ക്രിസ്പി ആയി പോകത്തില്ല. അപ്പോൾ നമ്മുടെ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ആയിരിക്കണം. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നതും ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത്. നമ്മൾ പഫ് പേസ്ട്രി ഷീറ്റൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പകുതി സമയം പോലും വേണ്ട നമുക്ക് ഈ പപ്സ് ഉണ്ടാക്കാൻ. പിന്നെ ഓവൻ്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന പപ്സിൻ്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതേ പപ്സ് എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തു. 6 പപ്സാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇത് കണ്ടോ, പുറമേ ഒട്ടും കട്ടിയായിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ ആവശ്യത്തിന് സോഫ്റ്റും ആയിരിക്കും. പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒത്തിരി സമയം വെക്കരുത്. കാരണം നമ്മൾ സാധാരണ പഫ് പേസ്റ്റ് വെച്ച് ഉണ്ടാക്കുന്ന പപ്സ് പോലെ അത്രയും അങ്ങനെ ക്രിസ്പി ആയിട്ട് ഇരിക്കത്തില്ല കുറേ നേരം. കുറച്ച് കഴിയുമ്പം ഒന്ന് തണുത്തു പോകും. പക്ഷേ ടേസ്റ്റിന് കുറവൊന്നും വരത്തില്ല, നല്ല ടേസ്റ്റി തന്നെയായിരിക്കും.
അപ്പോൾ ചെറിയ ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ പപ്സ് കഴിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.